الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. എല്ലാവരും ചെല്ലേ. പെരുന്നാളിന്റെ അലങ്കാരമാണ് തക്ബീർ. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു صدق وعده ونصر عبده وأعز جنده وهزم الأحزاب وحده لا إله إلا الله ولا نعبد إلا إياه مخلصين له الدين ولو كره الكافرون لا إله إلا الله وحده صدق وعده ونصر عبده وأعز جنده وهزم الأحزاب وحده لا إله إلا الله والله أكبر الله أكبر ولله الحمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ആദ്യമായി പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. ഈ സുദിനത്തിന്റെ എല്ലാവിധ ഖൈറാത്തുകളും എല്ലാവിധ ബറകാത്തുകളും എല്ലാവിധ സലാമത്തും അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബാദികളിലും നമ്മുടെ മഹല്ലിലും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സഹവർത്തിത്വ മനോഭാവത്തിന്റെയും ദിനമാണ് പെരുന്നാൾ എന്നുള്ളത്. പെരുന്നാൾ സുദിനത്തെ അലങ്കാരമാക്കുന്നത് തക്ബീറാണ് എന്ന് നാം പഠിച്ചു, നാം അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ തക്ബീർ എങ്ങനെയാണ് വന്നത് എന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? പ്രിയപ്പെട്ട പുത്രന് എന്താ പറഞ്ഞു? ആ പെട്ടി, ആ പിരിക്കുന്ന പെട്ടി ഒന്ന് ഇവിടെ എത്തിച്ചു. അതുപോലെ തന്നെ എല്ലാവരും കൂടി കെയർ ചെയ്യുന്നുണ്ട് പരമാവധി. ഇതൊക്കെ ഒന്ന് ഫില്ലപ്പ് ചെയ്തു. ആകെ में आगे बैठो. തക്ബീർ വന്നത് എങ്ങനെയാണ്? പ്രിയപ്പെട്ട പുത്രന്റെ വാത്സല്യനിധിയായ മകന്റെ കഴുത്തിൽ കത്തിവെക്കേണ്ടി വന്ന ഒരു പിതാവിനെ കണ്ടുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ വചനങ്ങളാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അത്ഭുതത്തോടുകൂടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഈ വചനം ഉച്ചരിച്ചത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആകാശഭൂമി എന്നല്ല പ്രപഞ്ചം ഒന്നടങ്കം ശ്വാസം അടക്കി പിടിച്ചു നിന്നു പോയ നിമിഷമാണ് കിട്ടാതെ കിട്ടിയ മകന്റെ കഴുത്തിൽ കത്തിവെക്കേണ്ടി വന്ന ആ പിതാവിന്റെ പ്രവർത്തനം. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് പ്രപഞ്ചം അതിനെ നോക്കിക്കണ്ടത്. അത്ഭുതത്തോടുകൂടെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നാം തക്ബീർ ചൊല്ലുമ്പോ ആ ഒരു അത്ഭുത മനോഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തെ വാക്ക് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതാരാ പറഞ്ഞതെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട പുത്രന്റെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ടിരിക്കുന്നതായ ആ പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല, എല്ലാത്തിനേക്കാളും വലുത് എനിക്കെന്റെ നാഥനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അടുത്തത് എന്താ? അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാരാ പറഞ്ഞെന്നറിയോ? ഇതാരാ പറഞ്ഞത്? പ്രിയപ്പെട്ട പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം. ഒരല്പസമയവും കൂടി കഴിയുമ്പോ
തന്റെ റൂഹ് തന്റെ ശരീരത്തിൽ നിന്നും വിട്ടുമാറും. തന്നെ അറുക്കാൻ കൽപ്പിച്ചത് ഏത് രക്ഷിതാവാണോ ആ രക്ഷിതാവിനോട് ഒരു പ്രതിഷേധവും ഇല്ല, ഒരു വിഷമവും ഇല്ല. തന്നെ അറുത്തുകൊണ്ടിരിക്കുന്ന തന്റെ പിതാവിനോടും ഒരു അസ്വസ്ഥതയില്ല. ആ മകന്റെ വാക്കുകളാണ് അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് എല്ലാത്തിനേക്കാളും വലുത്, അവനിക്കാണ് സർവസ്തുതിയും സർവസ്തോത്രങ്ങളും അവന് മാത്രമാണ്, അവന് തന്നെയാണ് എന്ന് പറഞ്ഞത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. ഇവർ മൂന്ന് പേരുടെയും ഈ വാക്കുകളാണ്, ഈ വചനങ്ങളാണ് പെരുന്നാൾ ദിനങ്ങളിലൂടെ തക്ബീറായിക്കൊണ്ട് നാം അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനികളെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ത്യാഗം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗസന്നദ്ധ, ഇതെല്ലാം ഈ ബലിദാനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ബലികർമ്മത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ പിതാവിന് കൊടുത്ത വസിയ്യത്ത് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട പിതാവ് അറുക്കുന്നതിന് വേണ്ടി കത്തിയുമായി കഠാരയുമായിട്ട് നിൽക്കുകയാണ്. ആ പിതാവിനോട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയോ? അല്ലയോ പ്രിയപ്പെട്ട പിതാവ്, എന്നെ അറുക്കുന്ന സമയത്ത് എന്റെ കൈകാലുകൾ ബന്ധിക്കണം. എന്തിനു വേണ്ടിയാണ്? അറുക്കുന്ന സമയത്ത് ഞാൻ കിടന്ന് പിടക്കുന്നത് കാണുമ്പോ എന്നോടുള്ള കാരുണ്യം കൊണ്ട് അറവിൽ നിന്നും നിങ്ങൾ പിന്മാറിയാൽ അത് രക്ഷിതാവിനോടുള്ളതായ അനുസരണക്കേടാണ്. അതുകൊണ്ട് എന്റെ കൈകാലുകൾ ബന്ധിക്കണമെന്ന് ആ പൊന്നുമോൻ പിതാവിനോട് പറയുകയാണ്. എത്ര വയസ്സ്? 6 or 7 വയസ്സ് മാത്രം പ്രായമുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ കുറവുള്ള, എന്നാണ് ഖുർആൻ ശരീഫ് പറഞ്ഞത്. പിതാവിനോടൊപ്പം ഓടിക്കളിച്ച് നടക്കാൻ പറ്റുന്ന പ്രായം, ആ പ്രായത്തിലാണ് അറുക്കുന്നത്. ആ പ്രായത്തിലുള്ള ഒരു മകന്റെ വർത്തമാനമാണ് പക്വതയുള്ള വർത്തമാനം. കൈകാലുകൾ ബന്ധിക്കണം ഉപ്പാ, എന്തുകൊണ്ട്? ഞാൻ പിടക്കുന്നത് കാണുമ്പോ എന്നോടുള്ള കാരുണ്യം കൊണ്ട് അങ്ങ് അറവിൽ നിന്നും പിന്മാറിയാൽ റബ്ബിനോടുള്ള അനുസരണക്കേടാണ്. ഓരോ വാക്കുകളിലും നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകളെ മാറ്റിവെക്കാൻ നിസാര കാര്യങ്ങളും കാരണങ്ങളും മാത്രം മതി നമുക്ക് ഓരോരുത്തർക്കും, അല്ലേ? ഈ ഒരു പൊന്നുമോന്റെ വർത്തമാനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. അതുപോലെ തന്നെ ഉപ്പയോട് പറയുകയാണ്, ഉപ്പാ, എന്നെ അറുക്കുന്ന സമയത്ത് എന്റെ മുഖം കമഴ്ത്തി പിടിക്കണം കേട്ടോ, നേരെ വെക്കരുത്. എന്തുകൊണ്ട്? എന്റെ മുഖം കാണുമ്പോ അങ്ങേക്ക് അറക്കാൻ കഴിയില്ല. ആർക്കാ ബഹുമാനികളെ സ്വന്തം മക്കളെ അറക്കാൻ കഴിയുന്നത്? കരുണയുള്ള വാത്സല്യനിധിയായ ഇന്നഹു അവ്വാബുൻ ഹലീം, സഹിഷ്ണുതയുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ പൊന്നുമോൻ പറയുകയാണ്, ഉപ്പാ, എന്നെ അറുക്കുന്ന സമയത്ത് മുഖം കമഴ്ത്തി പിടിക്കണം. അതുപോലെ തന്നെ അറുക്കുന്ന സമയത്ത് എന്റെ അറുക്കുന്നതിന് മുമ്പായി കൊണ്ട് തന്നെ എന്റെ വസ്ത്രം അങ്ങ് ഊരിയെടുക്കണം. എന്റെ വസ്ത്രം ഊരിയെടുക്കണം, അത് ഉമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി കൊടുക്കണം, അത് ഓർമ്മക്കായി കൊടുക്കണം. വസ്ത്രം ഊരാൻ പറയാനുള്ള കാരണം അറുക്കുന്ന സമയത്ത് ഇതിലേക്ക് രക്തം വീഴാതിരിക്കാൻ വേണ്ടിയാണ്. രക്തം കാണുമ്പോൾ ഉമ്മാക്ക് സഹിക്കില്ല. അതുപോലെ തന്നെ എന്റെ ഉമ്മയോട് സലാം പറയണം. എന്നിട്ട് മാത്രമല്ല പറയുകയും വേണം, ഇസ്ബിരി അലാ അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനയുടെ വിഷയത്തിൽ അങ്ങും ക്ഷമിക്കണമെന്ന് ഉമ്മയോട് പറയണമെന്ന് ആ പൊന്നുമോൻ പറഞ്ഞേക്കുകയാണ്. ബഹുമാനികളെ, ഓരോന്നിലും നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തെ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചത്. പൊന്നുമോനെ അറുക്കാൻ ഒരു പിതാവ് തയ്യാറായിട്ടുണ്ട് എങ്കിൽ, ഒരു പിതാവിന്റെ മനസ്സ് സമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ, ആ പിതാവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയും തീരുമാനവുമാണ്. അതുകൊണ്ടല്ലേ ആദ്യമായി കൈകെട്ടി കഴിയുമ്പോ നിസ്കാരത്തിൽ, 5 നേരം നിസ്കാരത്തിൽ നമ്മൾ കൈകെട്ടി കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് ആരുടെ വർത്തമാനമാണ്? വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ. ഇതാര് പറഞ്ഞതാ? ഇതാര് പറഞ്ഞതാ? 4000 വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ വാക്കുകളാണ്. നിസ്കാരത്തിൽ നാം കൈകെട്ടിയാൽ ആദ്യമായി തന്നെ പറയുന്നത്, നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും എല്ലാം ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഹാദാ റബ്ബി. നക്ഷത്രം നോക്കിക്കൊണ്ട് പറഞ്ഞു, നക്ഷത്രത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ചന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സൂര്യനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹാദാ റബ്ബി, ഇതെന്റെ രക്ഷിതാവാണെന്ന് പറഞ്ഞു.
അപ്പൊ സമൂഹം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചുറ്റും ഓടിക്കൂടി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമ്മൾ പറയുന്നത് പോലെ, നമ്മൾ വിശ്വസിക്കുന്നത് പോലെ, നമ്മൾ അനുധാവനം ചെയ്യുന്നത് പോലെ, നമ്മുടെ ചിന്താ സരണിയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും വട്ടം കൂടി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, സൂര്യൻ അസ്തമിച്ചപ്പോ, ചന്ദ്രൻ മാഞ്ഞപ്പോ, നക്ഷത്രം മാഞ്ഞു പോയപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സമൂഹത്തോട് പറഞ്ഞു, അല്ലയോ സമൂഹമേ, മാഞ്ഞു പോകുന്നതിനെ രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ബുദ്ധിയല്ല നമ്മുടേത്. മാഞ്ഞു പോകുന്നത് നമ്മെ സംരക്ഷിക്കുകയില്ല. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അപ്പോൾ പറഞ്ഞ വാക്കാണ് വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളെ മുൻമോഡൽ കൂടാതെ സൃഷ്ടിച്ചതായ രക്ഷിതാവിലേക്ക് ഞാനിതാ എന്നെ തന്നെ തിരിക്കുന്നു, ഞാൻ എന്റെ മുഖത്തെ തിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അന്ന് പറഞ്ഞ വാക്കാണ് നമ്മൾ ആദ്യമായി കൊണ്ടുവരുന്നത്. പിന്നെയോ വജ്ജഹത്തുവിന്റെ രണ്ടാമത്തെ ഭാഗം എന്താ? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതാണ്. അതിന്റെ അർത്ഥം എന്തറിയോ? ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുകി, എന്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളും എന്നൊരർത്ഥം. മറ്റൊരർത്ഥം എന്താണെന്നറിയോ? വനുസുകി, എന്റെ അർപ്പണം, എന്റെ ബലികർമ്മം എന്നാണ്. വനുസുകി എന്നതിന്റെ തഫ്സീറിൽ ഒന്ന് കാണുന്നത് എന്റെ ബലികർമ്മം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വാക്കാണ് നമ്മൾ ആദ്യമായി വജ്ജഹത്തുവിൽ കൊണ്ടുവരുന്നത്. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ കുറിച്ചുള്ള ഓർമ്മയും പ്രവാചകനെ കുറിച്ചുള്ള അനുധാവനവും നമ്മളിലേക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ് നിസ്കാരം തുടങ്ങുമ്പോ. ഇനി അവസാനിക്കുമ്പോഴോ അത്തഹിയ്യാത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചൊല്ലുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കഴിഞ്ഞിട്ടോ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ. അല്ലാഹുവേ, ലോകാനുഗ്രഹിയായ പ്രവാചകനിക്ക് നീ നന്മ ചെയ്യണമേ, പ്രവാചകന്റെ കുടുംബത്തിന് നീ നന്മ ചെയ്യണമേ. ഏതുപോലെ നീ നന്മ ചെയ്യണം? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും കുടുംബത്തിനും നീ നന്മ ചെയ്തതുപോലെ ലോകാനുഗ്രഹിയായ പ്രവാചകനിക്കും നീ ആ കുടുംബത്തിനും നന്മ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെ നമ്മുടെ നിസ്കാരത്തിന്റെ അവസാനവും നമ്മൾ പറയുന്നത്. ബഹുമാനികളെ, ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണ് അംഗീകാരം കിട്ടിയത്? ബലിപെരുന്നാളിന്റെ സന്ദേശമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ആ പ്രവാചകനിക്ക് അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമുക്കും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് യോജിക്കുന്ന നിലയിൽ അംഗീകാരം കിട്ടണമെങ്കിൽ നാം ചെയ്യേണ്ടത് എന്താണ്? ആ പ്രവാചകൻ ചെയ്തതുപോലെ. എന്താ പ്രവാചകൻ ചെയ്തത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. രക്ഷിതാവ് ആ പ്രവാചകനോട് പറഞ്ഞു, അസ്ലിം, നീ യഥാർത്ഥ മുസ്ലിം ആകൂ എന്ന് പറഞ്ഞപ്പോ അപ്പോൾ തന്നെ ആ പ്രവാചകൻ പറയുകയാണ്, ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന് വേണ്ടി ഞാൻ ഇതാ നല്ലൊരു മുസ്ലിം ആകുന്നു എന്ന് ആ പ്രവാചകൻ പറഞ്ഞു. പ്രവാചകൻ പറയുക മാത്രമല്ല ചെയ്തത്, ജീവിതത്തിലൂടെ അത് വരച്ച് കാണിക്കുകയും ചെയ്തു. അംഗീകാരം കിട്ടാൻ, നമുക്കും അംഗീകാരം കിട്ടാനുള്ള മാർഗം നല്ല ഒരു മുസ്ലിമാവുക എന്നത് തന്നെയാണ്. നല്ലൊരു മുസ്ലിമാവുക എന്നത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ശിരസാ വഹിക്കുക എന്നതാണ് നല്ല ഒരു മുസ്ലിമിന്റെ അടയാളം. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ യദിഹി വ ലിസാനിഹി. യഥാർത്ഥ ഒരു മുസ്ലിം ആരാണെന്നറിയുമോ? മൻ സലിമൻ നാസ്, മറ്റു ജനങ്ങൾ എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ടാകും. മിൻ ലിസാനിഹി വ യദിഹി, അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും. നമ്മുടെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ മറ്റൊരാൾക്ക് വിഷമമുണ്ടാക്കുന്ന, മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ നാം ചെയ്യരുത്. ഞാനൊരു മുസ്ലിം അല്ലേ, ഞാൻ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ ആരെങ്കിലും ഒന്ന് ഉപദ്രവിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഞാൻ ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്താ കുഴപ്പം? എനിക്ക് ആഖിറത്തിലൊന്നും കുഴപ്പമുണ്ടാകുകയില്ല, അള്ളാഹുവിന്റെ അടുക്കൽ എനിക്ക് വലിയ അംഗീകാരം കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് എങ്കിൽ ബഹുമാനികളെ, യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും കൈകൊണ്ടോ നാവ് കൊണ്ടോ ഒരാളുടെയും മനസ്സോ ശരീരമോ വിഷമിക്കാൻ ഇടവരരുത് എന്നത് അർത്ഥ ശങ്കക്കിടയില്ലാതെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. രക്തസാക്ഷിയായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ നിന്നുകൊണ്ടല്ലേ മാതാവ് പറഞ്ഞത്, അബ്ശിർ യാ ഗുലാം, അബ്ശിർ യാ ഗുലാം, പൊന്നുമോനെ നീ സന്തോഷിച്ചടോ, നീ സന്തോഷിച്ചോ. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിലല്ലേ നീ രക്തസാക്ഷിയായിരിക്കുന്നത്, നിനക്ക് സ്വർഗമല്ലാതെ മറ്റെന്താ കിട്ടുന്നത് എന്ന് ഉമ്മ പറഞ്ഞപ്പോ
അടുത്തു നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആരാ സ്ത്രീ? ആ പറഞ്ഞ സ്ത്രീ ആരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതാ അവന്റെ ഉമ്മയാണെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? ഉമ്മ, കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഈ മകന്റെ നാവ് കൊണ്ട് ആരെയെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് സമാധാനം പറയാതെ രക്തസാക്ഷിത്വത്തിന്റെ കൂലി അവനിക്ക് കിട്ടുകയില്ല. ആലോചിച്ച് നോക്കൂ ബഹുമാനികളെ, നമ്മൾ എത്ര നിസ്സാരമായിട്ടാണ് കാണുന്നത്. കൈകൊണ്ട് ഉപദ്രവിക്കുന്നത് നമുക്ക് വലിയ പ്രശ്നമാണ് അല്ലെ? കൈകൊണ്ട് അടിക്കുന്നത് കാണുമ്പോൾ വലിയ പ്രശ്നമാണ്. നാവ് കൊണ്ട് മനസ്സ് പ്രയാസപ്പെടുത്തുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കാണുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രക്തസാക്ഷിയായി കിടക്കുന്ന സഹാബിയുടെ അടുക്കൽ നിന്നുകൊണ്ട് ഉമ്മയോട് പറയുകയാണ്, ഉമ്മ, ഈ മകൻ നാവ് കൊണ്ട് ആരെയെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് സമാധാനം പറയാതെ രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം അവനിക്ക് ലഭ്യമാവുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇനി ചേർത്ത് വായിക്കൂ ബഹുമാനികളെ, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. മറ്റുള്ള എല്ലാ മനുഷ്യരും നാവിൽ നിന്നും കൈകളിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നത് വരെ ഒരാളും യഥാർത്ഥ മുസ്ലിം ആവുകയില്ല എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകാരം കിട്ടിയ ഒരു പ്രവാചകൻ അംഗീകാരം കിട്ടിയത് എങ്ങനെയാണ്? ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, നീ യഥാർത്ഥ മുസ്ലിം ആകൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, എന്റെ രക്ഷിതാവിന് വേണ്ടി ഞാൻ ഇതാ മുസ്ലിം ആകുന്നു, ഞാൻ സമർപ്പിതനാകുന്നു എന്ന് വാക്കുകളിൽ മാത്രമല്ല ഉണ്ടായത്, പ്രവർത്തനങ്ങളിലും ഉണ്ടായി അല്ലെ? സ്വന്തം കുഞ്ഞു മകനെയും സഹധർമ്മിണിയെയും മരുഭൂമിയിൽ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞപ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞപ്പോ അസ്ലമ, അംഗീകരിച്ചു, അതുപോലെ ചെയ്തു, മരുഭൂമിയിൽ ആക്കിക്കൊണ്ട് മടങ്ങി. അതുപോലെ തന്നെ കുഞ്ഞിനെ അറുക്കാൻ പറഞ്ഞപ്പോ എന്ത് ചെയ്തു? അറുക്കാൻ തയ്യാറായി, അസ്ലമ, അനുസരിച്ചു. മാത്രമല്ല, അഗ്നികുണ്ഡാരത്തിലേക്ക് ഇടുമെന്ന് പറഞ്ഞപ്പോ അപ്പോഴും അള്ളാഹുവിൽ ശരണം പ്രാപിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത്. ഓരോ സംഭവങ്ങളും എടുത്തു നോക്കൂ ബഹുമാനികളെ. അത്രയൊക്കെ പ്രയാസങ്ങള്, അത്രയൊക്കെ പരീക്ഷണങ്ങള് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടോ? നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും കഴിയുന്നത് മാത്രമേ നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ വരുന്നുള്ളൂ. പക്ഷെ പലപ്പോഴും നമ്മൾ അതിന് തയ്യാറാകുന്നുണ്ടോ? നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നമ്മൾ അതിനെ പ്രാപ്തമാക്കുന്നുണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. മഹാനായ മീകായിൽ അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ചെന്നില്ലേ? എന്നിട്ട് പറഞ്ഞു, ഞാൻ മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്, അങ്ങയുടെ മുമ്പിൽ ആകാശം മുട്ടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ അഗ്നി നാമ്പുകളെ മഴ കൊണ്ട് ഞാൻ ക്ഷമിപ്പിക്കാം, മഴ കൊണ്ട് ഞാൻ അണച്ചു കളയാമെന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? ഹസ്ബി അല്ലാഹ് എന്നുള്ള വാക്ക് ആദ്യം പറഞ്ഞതാരാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. എനിക്ക് എന്റെ റബ്ബ് മതി എന്നാണ്. എനിക്ക് എന്റെ റബ്ബ് മതി എന്ന ആ വാക്ക് ബഹുമാനികളെ, അത് നാം വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിൽ ചോദിക്കുന്നുണ്ട്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അടിമക്ക് റബ്ബ് പോരെയെന്ന്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമുക്ക് നമ്മുടെ റബ്ബ് പോരെയെന്ന്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ലോകത്തിന് മുമ്പിൽ വ്യക്തമാക്കുക, ഹസ്ബി അല്ലാഹ്, മലക്കിനോട് പറയുകയാണ്, നിന്റെ സഹായം എനിക്ക് വേണ്ട, ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത്. ബഹുമാനികളെ, ഞാൻ ഞെട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇനി നമുക്കുള്ളത് ബലികർമ്മമാണ്. പെരുന്നാൾ നിസ്കാരത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ബലികർമ്മത്തിന് തയ്യാറായിട്ടുള്ളവർ ബലി മൃഗത്തെ അറുക്കുന്ന സമയത്ത് അവിടെ സന്നിഹിതരാകണം, തക്ബീറുകൾ ഉറക്കെ ചെല്ലണം. അള്ളാഹുവിന് ഇന്നത്തെ ദിവസം ഏറ്റവും ഇഷ്ടമുള്ള കർമ്മമാണ് ബലികർമ്മം. ആ കർമ്മത്തിന് നമുക്ക് സാക്ഷികളാകാൻ കഴിയുമെങ്കിൽ, വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തവർ പരമാവധി ബലി അറുക്കുന്ന സമയത്ത് സന്നിഹിതരായാൽ അത് നമുക്ക് വലിയ നന്മയാണ്. കഴിയുന്നില്ലെങ്കിൽ ഒന്നോ രണ്ടോ ബലി മൃഗത്തെ അറുക്കുന്ന സമയത്തെങ്കിലും നമ്മളവിടെ സന്നിഹിതരാകണം. കാരണം അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മത്തിന് സാക്ഷികളാവുക എന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് നമ്മൾ മുതലെടുക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ബലികർമ്മത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തിന്റെ രക്തമോ മാംസമോ ഒന്നുമല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്, നിങ്ങളിൽ നിന്നുള്ള ഭക്തിയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. ബലി അറുക്കുന്നവർ, അതിന് സാക്ഷി നിൽക്കുന്നവർ എല്ലാവരെയും അള്ളാഹു തആല അംഗീകരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? മൃഗത്തെ അറുക്കുന്നതിനോടൊപ്പം തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണ് ആ സന്ദേശം? മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മൃഗീയതയെ കൂടിയാണ് ഞങ്ങൾ അറുക്കുന്നത് എന്ന സന്ദേശമാണ്. ആ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്.
നമ്മൾ മൃഗത്തെ അറുക്കുമ്പോ നമുക്കുള്ള സന്ദേശം എന്താ? നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മൃഗീയതകൾ, ക്രൂര മനോഭാവം, അതിനെയെല്ലാം ഞാനിതാ അറുക്കുന്നു എന്നൊരു സന്ദേശം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതാണ് നിങ്ങൾ എന്നുള്ള ഭക്തിയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അള്ളാഹു ആഗ്രഹിക്കുന്നത് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയിൽ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പ്രസിഡന്റ് അവർക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നിസ്കാരത്തിലേക്ക് കടക്കും. എന്ത് വന്നാലും ഒരു 9 മണിക്ക് തന്നെ നമുക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങണം. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.